അയാൾ ആദ്യമായിട്ടാണ് പാരീസ് സിറ്റി കാണുന്നത്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ കണ്ട് ആ സിറ്റിയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് അയാൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അയാൾക്കൊരു റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു പാത്തെത്തി. അപ്പോൾ നോക്കുമ്പോൾ സിഗ്നൽ റെഡാണ്. പക്ഷെ വാഹനങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. വേണമെങ്കിൽ സീബ്ര ക്രോസിങ്ങിലൂടെ പെട്ടെന്ന് അപ്പുറത്തേക്ക് നടന്നെത്താവുന്നതേ ഉള്ളൂ. പക്ഷെ മറ്റാരെങ്കിലും ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ടോ നോക്കിയപ്പോൾ 1-2 ആൾക്കാർ ആ രീതിയിൽ ക്രോസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് കൂടി കണ്ടപ്പോൾ അയാൾ നാട്ടിലെ ശീലം വെച്ച് അങ്ങ് നടന്നു തുടങ്ങി. എവിടെ നിന്നില്ലാതെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരു കാർ ഇയാളുടെ പിന്നാലെ വന്നിട്ട് സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തി. ആ ശബ്ദമൊക്കെ കേട്ട് ഇയാൾ ഞെട്ടി 2 ചെവിയോ ഇങ്ങനെ അടച്ചു പിടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു വാഹനമേ ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ശബ്ദം താൻ കേട്ടതെന്ന് നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഈ സിഗ്നലിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബിൽ ബോർഡിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് വന്നത്. അതുമാത്രമല്ല, ആ ബിൽ ബോർഡിൽ ഒരാളുടെ ക്ലോസപ്പ് ഫോട്ടോയും കൂടിയുണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇയാൾ കൂടുതൽ ഞെട്ടിപ്പോയത്. ആ ബിൽ ബോർഡിൻ്റെ പേരാണ് ദ വെർച്വൽ ക്രാഷ് ബിൽ ബോർഡ്. പാരീസ് റോഡ് സേഫ്റ്റി അതോറിറ്റി കൊണ്ടുവച്ചൊരു ബോർഡാണ്. ആ ബോർഡിൽ അയാൾ കണ്ട ഫോട്ടോ മറ്റൊന്നും ആയിരുന്നില്ല. ഇയാൾ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഇയാളുടെ സ്വന്തം ക്ലോസപ്പ് ഫോട്ടോ തന്നെയാണ് നിമിഷ നേരം കൊണ്ട് പകർത്തിയിട്ട് ആ ബിൽ ബോർഡിലൂടെ പ്രദർശിപ്പിച്ചത്. കൂടെ ഒരു മെസ്സേജും. ഇപ്പം നിങ്ങളുടെ മുഖത്തൊരു മരണഭയം നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ ഇനി നിങ്ങൾ ഭയപ്പെടരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. പാരീസിലായാലും ഇന്ത്യയിലായാലും. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.